മാതൃകാപരമായിട്ട് ഒരു ശിക്ഷ ലഭിക്കുക. ആരെടുത്തും താഴ്ന്നവന്റെ അടുത്ത് ഇങ്ങനെ അഹങ്കാരവും അഹന്തയും ഈ ഒരു ധാർഷ്ട്യവും കാണിക്കാൻ പാടില്ല. ജനങ്ങള് നമ്മുടെ കൂട്ടത്തിലുള്ള ജനങ്ങൾ വോട്ട് കൊണ്ടാണ് നമ്മൾ ജയിക്കുന്നത്. നമ്മളെ ജനസേവകരെന്നുള്ള രീതിയിൽ കാണുക. ഗ്യാസ് മെമ്മറി കാർഡ് വേണ്ടല്ലോ. എല്ലാ ചാനലിലും വണ്ടി തടഞ്ഞതും ഡോറ് തള്ളി തുറക്കുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ. അത് തന്നെ മെയിൻ നമ്മളെ തെളിവ്. ആദ്യത്തെ ഇര എന്ന് പറയുന്നത് ആ സെക്യൂരിറ്റിക്കാരനാണ്. അത് കഴിഞ്ഞാണ് എന്റെ കേസ് വന്നപ്പോൾ ഞാൻ ചാനലിലൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ അറിയപ്പെട്ടതായത്. ഇപ്പൊ പോലീസ് അല്ലല്ലോ പറഞ്ഞ, കോടതിയല്ലേ പറഞ്ഞ. കോടതി വാക്ക് പാലിച്ചേ പറ്റുള്ളൂ. അതിപ്പോ ആരായാലും കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മേളിലോട്ട് അപ്പീലില്ല. എനിക്ക് ചെറിയൊരു ആശ്വാസം ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും ഒരു നീക്കം കോടതിയിൽ നിന്നേ ഉണ്ടാവുന്നുള്ളൂ, പോലീസുകാരിൽ നിന്നും ഉണ്ടാവുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് KSRTC ഡ്രൈവറായിരുന്ന യദുവും നമ്മുടെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ തമ്മിലുള്ള പ്രശ്നം തന്നെയായിരുന്നു. അന്ന് ആ നടുറോട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. 1.5 വർഷത്തോളം ആയെങ്കിൽ പോലും വലിയ രീതിയിലുള്ള വേദനയാണ് എന്നും ജീവിതത്തിൽ. ആ ഒരു ദിവസം നമുക്ക് മറക്കാൻ കഴിയില്ല, അല്ലെ യദു? അപ്പോ എന്താണ് ഇപ്പോൾ പുതിയൊരു സംഭവം നടന്നിരിക്കുകയാണ്. മേയർ എന്തായാലും കോടതിയിൽ ഹാജരായേ പറ്റൂ എന്നുള്ള ഒരു വിധി വന്നിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ശരിക്കും സംഭവിച്ചത്? ഇന്ന് 20-ാം തീയതി, ഇന്ന് 20-അല്ലേ, 20-ാം തീയതി എന്റെ അടുത്ത് അന്ന് പറഞ്ഞിരുന്നു പ്രൈവറ്റ് കംപ്ലൈന്റ് നമ്മൾ 6 പേർക്കെതിരായിട്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തായിരുന്നു. 1-ാം പ്രതി തൊട്ട് 6-ാം പ്രതി എന്ന് വെച്ചാൽ സുബിൻ കണ്ടക്ടർ, അന്നത്തെ ഇൻചാർജ് കണ്ടക്ടർ ആയിരുന്ന ആളെയാണ് 6-ാം പ്രതിയാക്കിയത്. ബാക്കി 1 മുതൽ 5 വരെ നേരത്തെ ഉണ്ടായിരുന്ന അതേ പ്രതികളാണ്. അപ്പൊ ഇതില് കോടതി പറഞ്ഞെന്ന് വെച്ചാൽ മൊഴി കൊടുക്കാനാണ് ഞാൻ പോയത്. കോടതി പറഞ്ഞ് മറ്റേ പ്രതികൾ വരാതെ മൊഴി എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് പോലീസിന് നിർദ്ദേശം കൊടുത്തു, നോട്ടീസ് കൊടുത്തേക്കാണ്. 6 പ്രതികൾക്കും നോട്ടീസ് കൊടുത്ത് 20-ാം തീയതി 20/1/2026 വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും വർഷത്തോളം അനുഭവിച്ചതിന് ഒരു തിരിച്ചടിയാണ് മേയറിന് ലഭിച്ചിരിക്കുന്നത്, അല്ലെ? കർമ്മ എന്നുള്ളൊരു സാധനം ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയല്ലേ കർമ്മം എന്നുള്ളത്? എന്നായാലും തിരിച്ചു കിട്ടുക തന്നെ. അതിന്റെ ഫലമായിട്ടാണ് ഇത്. എനിക്ക് ചെറിയൊരു ആശ്വാസം ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും ഒരു നീക്കം കോടതിയിൽ നിന്നേ ഉണ്ടാവുന്നുള്ളൂ, പോലീസുകാരിൽ നിന്നും ഉണ്ടാവുന്നില്ല. തീർച്ചയായിട്ടും പോലീസിനെ വിലക്കെടുത്തിരിക്കുകയാണ്. അത് തന്നെ. അപ്പൊ കോടതി നല്ല ഒരു ഇതായിട്ടാണ് പോകുന്നത്. അവരും കൂടെ വന്ന് അവരും കൂടെ വരുമ്പോഴത്തേക്ക് ബാക്കി മൊഴിയും കൂടെ കേട്ട് മൊത്തം കേസ് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാനായിരിക്കാനാണ് സാധ്യത. നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. അതിൽ വലിയൊരു പരാജയം തന്നെയാണ് മേയർക്ക് ലഭിച്ചത്. അത് ചെയ്ത പ്രവർത്തികൾക്കുള്ള തിരിച്ചടി തന്നെയായിരുന്നില്ലേ? അവരെ പാവങ്ങളുടെ അടുത്തുള്ള ഒരു കരുണ ഇല്ലാത്ത സ്വഭാവവും സംസാരവും കാര്യങ്ങളും ഒക്കെ ആയതിന്റെ പേരിലാണ് ഇങ്ങനെയെല്ലാം ഉണ്ടായത്. എന്നുവെച്ചാൽ ഇനി നന്നാവാനും പോകുന്നില്ല. എന്താന്ന് വെച്ചാൽ അവര് വലിയ ആൾക്കാരായില്ലേ. അതിപ്പോ അവരെ ഈ ഭരണം തന്നെ അവർ പൂർത്തീകരിച്ചിട്ടാണ് ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരു സെക്യൂരിറ്റിക്കാരന്റെ കവാലത്തിൽ അടുക്കിയ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ സെക്യൂരിറ്റിക്കാരനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയൊക്കെ ഉണ്ടായി. പക്ഷെ ആദ്യം പറഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് ആ സെക്യൂരിറ്റിക്കാരനാണ്. അത് കഴിഞ്ഞാണ് എന്റെ കേസ് വന്നപ്പോൾ ഞാൻ ചാനലിലൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ അറിയപ്പെട്ടതായത്. പക്ഷെ ആദ്യമേ അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായത്. അപ്പം സത്യം പറഞ്ഞാൽ ഈ പാവങ്ങളുടെ ഒന്നിനും പാർട്ടിയോ അല്ലെങ്കിൽ ഒരു പവറോ ഇല്ലാത്തവരെ മേളിൽ കുതിര കയറി ഹീറോ ആവുക, അതാണ് ഷൈൻ ചെയ്യുക. അപ്പൊ ഷൈൻ ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഏത് മേയറെന്ന് എനിക്ക് അറിഞ്ഞൂടെന്ന്. മേയറെന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിനാണ് ഞാൻ ഈ അനുഭവിച്ചതും അവരെന്നെ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പൊ പ്രായം കുറഞ്ഞ മേയറിന്റെ ധാർഷ്ട്യമാണോ ആ സമയത്ത് ശരിക്കും കണ്ടത്? ഇപ്പൊ ശരിക്കും പഠിച്ചിട്ടുണ്ടാവില്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി? പ്രായം കുറഞ്ഞ മേയറിന്റെ ധാർഷ്ട്യം എന്ന് പറയാനാണ് ഇതൊക്കെ ഒരു മേയറിന് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാവാനാണ് സാധ്യത. പ്രായം കുറഞ്ഞ ആളായാലും പ്രായമുള്ള ആളായാലും ഇന്ന പരിധിയുണ്ട്. ആജീവനാന്തകാലം ഇപ്പൊ ഞാനാണെങ്കിൽ ഡ്രൈവറാണ്, എന്റെ വണ്ടി കാർ ഓടിക്കണമെങ്കിൽ ഞാൻ ആജീവനാന്തകാലം കാർ ഓടിച്ചോണ്ട് കിടക്കും. അതല്ലാതെ എനിക്ക് വല്ല സർക്കാർ ജോലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? അതിലോട്ട് പോകും. അതിൽ പോയി ആജീവനാന്തകാലം നമുക്ക് ഒന്നീ റിട്ടയർമെന്റ് ആവുന്നവരെ അല്ലെങ്കിൽ മരിക്കുവോളം ജോലി ചെയ്യാം. ഇത് ഈ മേയർ MLA എന്നൊക്കെ പറയുമ്പോ കാലാവധിയുണ്ട്. അത് മേയർക്ക് അറിഞ്ഞൂടെ. അത് അറിഞ്ഞൂടാന്നും പിന്നെ മറ്റേ മകനെ ഞാൻ വളർത്തുന്ന കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞ കേട്ടില്ലേ. അപ്പൊ നമുക്ക് മനസ്സിലാവും അറിവില്ലാത്തവരെ പിടിച്ചാണ് മേയർ ആക്കിയെന്നുള്ളത്. അതായത് പക്വതയില്ലായ്മയും പ്രായക്കുറവും പരിചയവും ഇല്ല. പാർട്ടിയുടെ അടുത്ത് ഇപ്പൊ ജനങ്ങളുടെ അടുത്ത് ഇടപഴകി പരിചയമില്ലാത്തതിന്റെ കുഴപ്പം. അതാണ് ഇതിനെല്ലാത്തിനും ജനങ്ങൾക്ക് നല്ല രോക്ഷമുള്ളതുകൊണ്ടാണ്. അല്ലാതെ യദുവിന്റെ സങ്കടവും കണ്ണീരല്ല. യദു മാത്രമായിട്ട് വോട്ടിട്ടല്ലോ ഇത്രയും വോട്ട്. 50 സീറ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അവർ 1-2 സീറ്റിൽ നിന്ന് 50 സീറ്റ് വരണമെങ്കിൽ
അവരതിനെ അനുസരിച്ച് കഠിന പ്രയത്നവും ചെയ്തിട്ടുണ്ട്. അവർ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ജനങ്ങളെ പാവവും അല്ല, വലിയവനില്ല ചെറിയവനില്ലാതെ തന്നെയാണ് അവർ പ്രവർത്തിച്ചതും. എല്ലാ രാഷ്ട്രീയ നേതാക്കളും അങ്ങനെയാണ്. പക്ഷെ ഈ മേയർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നേരെ താഴെ തുടങ്ങേണ്ടതിന് പകരം നേരെ പിടിച്ച് മേയറാക്കി. അതാണ് കുഴപ്പം പറ്റിയത്. ഇപ്പൊ 6 പ്രതികളെടുത്താണ് ഹാജരാവാൻ പറഞ്ഞിട്ടുള്ളത്. 6 പ്രതികൾ. അപ്പോ ഇപ്പൊ മേയർ അടക്കമുള്ള 6 പ്രതികൾ ഹാജരാവുന്ന ഉറപ്പുണ്ട്. കാരണം എപ്പോഴും മേയറിനെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് താഴെയുള്ള എല്ലാവരെയും സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. ഇതിപ്പോ പോലീസ് അല്ലല്ലോ പറഞ്ഞ, കോടതിയല്ലേ പറഞ്ഞ. കോടതി വാക്ക് പാലിച്ചേ പറ്റുള്ളൂ. അതിപ്പോ ആരായാലും കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മേളിലോട്ട് അപ്പീലില്ല. പക്ഷേ മുഖ്യമന്ത്രിന്റെ അടക്കം ലാവ്ലിൻ കേസ് അടക്കം പല കേസുകളും കോടതിയിൽ കിടക്കുകയാണ്. പക്ഷെ എന്നിട്ട് പോലും ഇത്രയും വർഷങ്ങളാണ് അത് നീട്ടിക്കൊണ്ടുപോയത്. ആ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് മേയറെ രക്ഷിക്കാൻ കഴിയില്ല? അപ്പൊ തോന്നുന്നുണ്ടോ? കാരണം ഈ ഒരു സംഭവം ഇത്രത്തോളം കേരളത്തിൽ ചർച്ചയായിട്ട് പോലും യദുവിന് വേണ്ട നീതി ഇതുവരെയായിട്ടും നടപ്പിലായിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ വീണ്ടും ആ ഒരു നീതികേട് ഉണ്ടാവുമെന്ന് നമുക്ക് അത് പക്ഷെ ചിന്തിക്കേണ്ട കേസാണ്. പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അടുത്ത ഇലക്ഷനും കൂടെ ചിന്തിക്കും, ഒന്നും കൂടെ. ഇപ്പൊ ചിന്തിച്ച പോലെ ഒന്നും കൂടെ ചിന്തിക്കും. പിന്നെയും നീതി കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾ പിന്നെയും അത് തന്നെ ചിന്തിക്കേണ്ടി. അല്ലാതെ തെറ്റുകാരെ നിയമത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്താണ് വക്കീൽ ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ വക്കീൽ എന്താണ് ഈ ഒരു നിയമത്തെ കുറിച്ച്? അപ്പൊ നമുക്ക് 21/1/2022 അറിയാം വക്കീലിന്റെ ഇതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ കേസിന്റെ സ്റ്റാറ്റസ് ഇപ്പൊ പറഞ്ഞതാണ്. ഇപ്പോൾ അധികാരം ഒഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരു നടപടി മേയർക്കെതിരെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. കോടതിയിൽ അത്രയും ഉണ്ടാവാൻ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. പോലീസ് റിപ്പോർട്ട് എടുക്കുന്നതാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. എന്ന് വെച്ചാല് അധികാരത്തിൽ നിന്ന് ഇറങ്ങിയാലും പാർട്ടി ഇരിക്കുന്നിടത്തോളം കാലം ഇതേപോലെ തോന്നിയാസം കാണിക്കുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ കുഴപ്പമില്ല. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഇത് തന്നെ കേസ് നീണ്ടുപോവുകയുള്ളൂ. ഇപ്പോ നമ്മൾ കോടതിയിൽ വരുന്ന സമയത്ത് പല തെളിവുകളും അഡ്വക്കേറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അപ്പൊ അതിൽ മെമ്മറി കാർഡിന്റെ ഒരു വിഷയം കൂടി വരുന്നുണ്ട്. ഇപ്പൊ എന്താണ് അതിന്റെ ഒരു ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? ഇപ്പൊ അവര് കേസ് മെമ്മറി കാർഡ് വേണ്ടല്ലോ. എല്ലാ ചാനലിലും വണ്ടി തടഞ്ഞതും ഡോറ് തള്ളി തുറക്കുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ. അത് തന്നെ മെയിൻ നമ്മളെ തെളിവ്. അത് തന്നെയാണ് മെയിൻ തെളിവ്. അല്ലെങ്കിൽ CCTV അവര് വണ്ടി ഓവർടേക്ക് ശ്രമിക്കുന്ന ഇടതും വലതും സൈഡിൽ കൂടെ ഓവർടേക്ക് CCTVയിൽ ഇവര് തന്നെ കൊടുത്തതിൽ ഉണ്ട് നമ്മളെ തെളിവ്. അത് തന്നെ ധാരാളം തെളിവ്. അപ്പൊ എന്ത് ശിക്ഷ ഈ ഒരു മേയർക്ക് ഈ ഒരു വിഷയത്തിൽ എന്ത് ശിക്ഷ ലഭിക്കണമെന്നാണ് യദുവിന്റെ? നീതിപൂർവമായിട്ടുള്ള ശിക്ഷ ലഭിക്കണം, അല്ലാതെ തൂക്കിക്കൊല്ലാനൊന്നും ഞാൻ പറയില്ല. എന്നു വെച്ചാൽ മാതൃകാപരമായിട്ട് ഒരു ശിക്ഷ ലഭിക്കുക. ആരെടുത്തും താഴ്ന്നവന്റെ അടുത്ത് ഇങ്ങനെ അഹങ്കാരവും അഹന്തയും ഈ ഒരു ധാർഷ്ട്യവും കാണിക്കാൻ പാടില്ല. ജനങ്ങള് നമ്മുടെ കൂട്ടത്തിലുള്ള ജനങ്ങൾ വോട്ട് കൊണ്ടാണ് നമ്മൾ ജയിക്കുന്നത്. നമ്മളെ ജനസേവകരെന്നുള്ള രീതിയിൽ കാണുക. പക്ഷെ ഇപ്പൊ 1.5 വർഷത്തോളം യദു അനുഭവിച്ച ദുരിതങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങൾ പോലും മലയാളി വാർത്ത ടീം പോലും ഓണ സമയത്ത് പോലും യദുവിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോ അതെ, തീർച്ചയായിട്ടും. അപ്പോ ആ സമയത്ത് ചെറിയ ശിക്ഷ ആയിപ്പോയി കഴിഞ്ഞാൽ പോലും യദുവിന് അതിന് നീതി ലഭിച്ചില്ല എന്ന് വേണം പറയാൻ. അപ്പൊ എത്തരത്തിലുള്ള ഒരു നീതി ലഭിക്കണമെന്നാണ്? അതെ, എനിക്ക് കോടതി തന്നെയാണ് ഈ നീതിയും നിയമവും ഒക്കെ നടപ്പിലാക്കേണ്ട കോടതിയാണ്. അത് ഞാൻ പറയും. എനിക്ക് എന്തായാലും എനിക്ക് എന്റെ ജോലിയും എന്റെ നഷ്ടപ്പെട്ട വർഷങ്ങളും ദിവസങ്ങളും ഓരോ മിനിറ്റുകളും ഞാൻ നഷ്ടപ്പെട്ട എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വന്ന നഷ്ടങ്ങളൊക്കെ അവര് പരിഹരിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും. അപ്പൊ ഒരു നല്ലൊരു നീതി കോടതിയിൽ നിന്ന് നടപ്പാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ യദു ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് മലയാളി വാർത്താ ടീമും യദുവിനൊപ്പം തന്നെയാണ്. തുടക്കം മുതൽ തന്നെ യദുവിനൊപ്പം തന്നെയാണ് മലയാളി വാർത്താ ടീം ഉള്ളത്. കോടതിയിൽ നിന്നും നല്ലൊരു നീതി ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ക്യാമറമാൻ വൈശാഖിനൊപ്പം വിസ്മയ വെങ്കടേഷ്.